മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾക്കും തീവ്രവാദ സ്വാധീനങ്ങൾക്കും പിന്നാലെ ദക്ഷിണേഷ്യൻ മേഖലയെ സൈന്യത്തെയും സുരക്ഷാ ഏജൻസികളെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തുന്ന വെളിപ്പെടുത്തലുമായി ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡർ റൂവൻ എസർ രംഗത്തെത്തിയിരിക്കുന്നു. ഹമാസുമായി ബന്ധമുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും സജീവമായി നടക്കുന്നുണ്ടെന്നാണ് ഇസ്രായേൽ അംബാസിഡർ ആരോപിക്കുന്നത്. NDTV സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആദിത്യരാജ് കൗളുമായി നടത്തിയ പ്രത്യേക അഭിമുഖത്തിലാണ് മിഡിൽ ഈസ്റ്റിന് പുറത്തേക്ക് തീവ്രവാദ സ്വാധീനം വ്യാപിക്കുന്നതിനെക്കുറിച്ചുള്ള കടുത്ത ആശങ്കകൾ അദ്ദേഹം പങ്കുവച്ചത്. പ്രാദേശിക നയതന്ത്ര ചർച്ചകളിൽ ഒരു മധ്യസ്ഥന്റെ റോൾ വഹിക്കാനുള്ള പാകിസ്ഥാൻ നീക്കങ്ങൾ ഇസ്രായേൽ കടുത്ത സംശയത്തോടെയാണ് വീക്ഷിക്കുന്നത്. തീവ്രവാദത്തെ പ്രതിരോധിക്കുന്നതിൽ ഇസ്ലാമാബാദിന് എത്രത്തോളം ആത്മാർത്ഥതയുണ്ടെന്ന കാര്യത്തിൽ ഇസ്രായേലിന് വലിയ സംശയമുണ്ടെന്നും അദ്ദേഹം തുറന്നടിച്ചു. അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ ഒരു നയതന്ത്ര പാലമായി മാറാൻ പാകിസ്ഥാൻ അടുത്തിടെ ശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ഇത്തരം നീക്കങ്ങളെ ഇസ്രായേൽ ഒട്ടും വിശ്വസിക്കുന്നില്ലെന്നും വളരെ ജാഗ്രതയോടെയാണ് പാകിസ്ഥാന്റെ ഈ നയതന്ത്ര നിലപാടുകളെ നിരീക്ഷിക്കുന്നതെന്നും റൂവൻ എസർ വ്യക്തമാക്കി. ഒരു വശത്ത് പ്രാദേശിക സമാധാന ശ്രമങ്ങളുടെ പങ്കുപറ്റാൻ ഇസ്ലാമാബാദ് ശ്രമിക്കുമ്പോഴും മറുവശത്ത് തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് അവർ നൽകുന്ന പിന്തുണയും മേഖലയിലെ അസ്ഥിരതയ്ക്ക് കാരണമാകുന്ന നടപടികളും ആഗോളതലത്തിൽ തന്നെ വലിയ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ചില രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സമാധാനം എന്നത് ഇസ്രായേൽ എന്നൊരു രാജ്യം ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണെന്നും എന്നാൽ ഇസ്രായേലിന്റെ സമാധാന സങ്കല്പം ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണെന്നും അംബാസിഡർ കൂട്ടിച്ചേർത്തു. മേഖലയിലെ നയതന്ത്ര കാര്യങ്ങളിൽ പാകിസ്ഥാന്റെ ഉദ്ദേശശുദ്ധിയെ മാത്രമല്ല ഇസ്രായേൽ ചോദ്യം ചെയ്യുന്നത്, ഖത്തറിന്റെ പങ്കിനെയും ഇസ്രായേൽ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നുണ്ട്. അഭിമുഖത്തിൽ ഇസ്രായേൽ അംബാസിഡർ ഉന്നയിച്ച ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തൽ ഹമാസിന്റെ സാന്നിധ്യമായിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ 7 ഇസ്രായേലിന് നേരെ ഹമാസ് നടത്തിയ ക്രൂരമായ ആക്രമണങ്ങൾക്ക് ശേഷം പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും നടക്കുന്ന ഹമാസിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളെയും ഇസ്രായേൽ അതീവ ശ്രദ്ധയോടെ നിരീക്ഷിച്ചു വരികയാണെന്നും അസർ വെളിപ്പെടുത്തി. നിലവിൽ പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകൾ പൊതുവായി ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതാണെങ്കിൽ പോലും പൊതുസമൂഹത്തിന്റെ കണ്ണിൽപ്പെടാത്ത രീതിയിലുള്ള അതീവ രഹസ്യമായ മറ്റു പല തീവ്രവാദ പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നുണ്ടാകാമെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഒക്ടോബർ 7 ആക്രമണത്തെ ഒരു മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് മറ്റു പലയിടങ്ങളിലും സമാനമായ രീതിയിൽ ആക്രമണങ്ങൾ നടത്താൻ ഇത്തരം തീവ്രവാദ സംഘടനകൾ മുതിർന്നേക്കാം. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ എല്ലാ ഗവൺമെന്റുകളും ഒരേപോലെ ആശങ്കപ്പെടേണ്ട സാഹചര്യമാണ് നിലവിലുള്ളതെന്നും റൂവൻ എസർ മുന്നറിയിപ്പ് നൽകുന്നു. ഇക്കാര്യത്തിൽ ഇസ്രായേലിനുള്ള കടുത്ത ആശങ്കകൾ ഇന്ത്യൻ അധികൃതരുമായി ഔദ്യോഗികമായി പങ്കുവച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. തീവ്രവാദ പ്രസ്ഥാനങ്ങളെ കൃത്യമായി നിരീക്ഷിക്കുന്ന ഇന്ത്യൻ ഉദ്യോഗസ്ഥരുമായി വ്യക്തിപരമായ തലത്തിൽ ചർച്ചകളും വിശദീകരണങ്ങളും നടത്തുന്നതിനെ താൻ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയ അംബാസിഡർ ഇത്തരം തീവ്രവാദ ശൃംഖലകളുടെ വ്യാപനം ഏതെങ്കിലും ഒരു രാജ്യത്തെ മാത്രം ബാധിക്കുന്ന ഒന്നല്ലെന്നും അത് വലിയൊരു സുരക്ഷാ വെല്ലുവിളിയാണെന്നും ഓർമ്മിപ്പിച്ചു. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെക്കുറിച്ചും ദക്ഷിണേഷ്യയിലെ തീവ്രവാദ സംഘടനകളുടെ സജീവ സാന്നിധ്യത്തെക്കുറിച്ചും ദീർഘകാലമായി ആശങ്ക പ്രകടിപ്പിക്കുന്ന ഇന്ത്യയിൽ ഈ പ്രസ്താവനകൾ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്നുറപ്പാണ്. പാകിസ്ഥാൻ ഭരണകൂടത്തിലെ ചില വിഭാഗങ്ങൾ യഹൂദ വിരുദ്ധ പ്രചരണങ്ങളെ ബോധപൂർവം പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നും പാക് ഉദ്യോഗസ്ഥരുടെ ഇത്തരം പ്രസ്താവനകൾ ഇസ്ലാമാബാദിന്റെ നിലപാടുകളിൽ മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷകളെ തകർക്കുന്നതാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി.